ത്രിയേക ദൈവത്തിൻ്റെ വിലയിരുന്നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഇത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ പ്രിയ സമൂഹമേ, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായ ക്രിസ്തുമസ് ഒരിക്കൽ കൂടി വരവായി. അതിന് സാക്ഷ്യം വഹിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെയും ആയുസ്സോടുകൂടി ഭൂമിയിൽ ആക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടി, തൻ്റെ വാക്കുകളിൽ കൂടി പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ അതിൽ കൂടുതലായി തൻ്റെ പ്രവൃത്തിയിൽ കൂടിയാണ് ആ വിശ്വാസം നമ്മളിൽ ഉറപ്പിക്കുവാൻ അവിടുന്ന് ശ്രമിച്ചത്. അത് തിരുജനനം മുതൽ കാൽവറി വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും നമ്മൾക്കത് അനുഭവവേദ്യമാകുന്നു. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ലഹരിയിലാകുമ്പോൾ ഇതിനൊന്നും സാഹചര്യം ലഭിക്കാതെ, ആഗ്രഹിച്ചിട്ടും അവസരം ലഭിക്കാതെ അശരണരായി ഇരിക്കുന്ന അനേകം ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട് എന്നുള്ള സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങൾ അവരിലേക്ക് നീളുവാൻ, അവരിലേക്ക് നീട്ടപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, ഇടയാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പലരും ഇതിനെ ഒരു ചാരിറ്റിയുടെ അവസരമായി ഉപയോഗിക്കപ്പെടുന്നവരുണ്ട്. മറ്റു ചിലർ അതിനെ ആഘോഷമായി മാറ്റുന്നവരുണ്ട്. ഇതൊന്നുമല്ലാതെ യാതൊരു വികാരവും അല്ലെങ്കിൽ പ്രത്യേക ഒരു ഭാവഭേദവും ഇല്ലാതെ ഇതിനെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ജനസമൂഹത്തെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും. ഞാനതിൽ ഒന്ന് മാത്രം ടച്ച് ചെയ്ത് പൊക്കോട്ടെ. ക്രിസ്മസ് ആഘോഷമായി മാറ്റണോ, അതോ ആ കാലിക്കൂട്ടിൽ ജനിച്ച ക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ വാഴുവാൻ നമ്മളെ തന്നെ ഒരുക്കണോ എന്നുള്ളതായിരിക്കട്ടെ നമ്മളുടെ ഈ നോമ്പ് കാലഘട്ടത്തിലെ നമ്മളുടെ ചിന്തനീയമായ വിഷയമെന്ന് ഞാൻ ആശിച്ചു പോകുന്നു. കാരണം ഓരോ ക്രിസ്മസ് കഴിയുമ്പോഴും വാർത്താമാധ്യമങ്ങളിലും ഒക്കെ നമുക്ക് കേരളത്തിൽ വിറ്റഴിഞ്ഞ മദ്യത്തിൻ്റെ കണക്കുകൾ വരാറുണ്ട്. ഈ മദ്യം ഉപയോഗിച്ചതിൽ ഒട്ടുമിക്ക ജനസമൂഹവും ഈ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് പേര് ചാർത്തപ്പെട്ടവരാണെന്നുള്ള ദുഃഖസത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. പ്രിയമുള്ളവരെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ കൂടി നമ്മൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടെങ്കിൽ ഇന്ന് നമ്മളുടെ പ്രവൃത്തിയിൽ കൂടി ആരെങ്കിലും ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയം ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ സമൂഹം ഒരു കാലത്തും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ടു പോകരുത് എന്നുള്ള സത്യം വേദപുസ്തകപരമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷെങ്കിൽ ഇതുപോലുള്ള കാലഘട്ടങ്ങളിൽ, ക്രിസ്തുമസ്, ഈസ്റ്റർ മുതലായ കാലഘട്ടങ്ങളിൽ പുറത്തു വരുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതും ഒരു പുനർവിചിന്തനത്തിന് ഇടയാക്കുന്നതുമായ കണക്കുകളാണ്. ഈ മദ്യപിച്ച് തള്ളുന്ന അല്ലെങ്കിൽ ചിലവാക്കുന്ന പണം നമ്മളുടെ സമൂഹത്തിൽ അശരണരും അഗതികളുമായ അനേകം പേർക്ക് ഉപകരിക്കുന്ന ഒരു 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 തരത്തിലേക്ക് ഇതിനെ വകമാറ്റുവാൻ ദൈവം നമ്മളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മളെ തന്നെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാനും നമ്മളിൽ കൂടി, നമ്മളുടെ പ്രവൃത്തിയിൽ കൂടി, നമ്മളുടെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും സ്നേഹസമർത്ഥവും സമാധാനപരവുമായ ക്രിസ്മസ്
ആശംസിക്കുന്നതോടൊപ്പം സമ്പൽ സമർത്ഥമായ ഒരു പുതുവത്സരവും ആശംസിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ നിർത്തുന്നു.